ലക്ഷം റുപ്യ വരെ പിന്നെ മോഹവില ചോദിച്ചിരുന്നു. ചെറിയ ഒരു കുട്ടനെ നമുക്ക് ഇങ്ങനെ അടുത്ത് കൊണ്ടുപോകാനുള്ള വലിപ്പമുള്ളായിരുന്നു. ഇവന് ഞാനിപ്പോൾ ഇന്ന് കൈമാറുകയാണ്. ഹലോ ഫ്രണ്ട്സ്, പിന്നെ ഇന്നിപ്പോൾ നമ്മൾ നിൽക്കുന്നത് എന്താ വെച്ചാൽ നമ്മളെ രാജമാണിക്യത്തിനെ കുറേ കാലമായി. അപ്പോൾ ഇതിനെ വിൽക്കുകയാണ് ബഷീറാക്ക. കുറച്ച് സങ്കടപ്പെട്ട വീഡിയോ ആണ്. നമ്മൾ വീഡിയോ കുറച്ച് റീച്ച് ആയതും നമ്മളെ വീഡിയോയിൽ കുറേ സബ്സ്ക്രൈബേഴ്സ് വന്നതൊക്കെ ഈ രാജമാണിക്യത്തിൻ്റെ വീഡിയോ എത്തിൻ്റെ ശേഷമാണ്. അപ്പോൾ എന്താ പറയുക, വരിക നമുക്ക് രാജമാണിക്യത്തിനെ കാണാം. രാജമാണിക്യം ഇതായിട്ടൊന്നുമില്ല, ഇപ്പോഴും അതേ ഒരു ഉഷാർ തന്നെ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ബഷീറാക്ക കുളിപ്പിച്ച് റെഡിയാക്കി നിർത്തിയേക്കാണ്. പണ്ട് നമ്മൾ വീഡിയോ എടുത്തില്ലാറ് ഒന്നും കൂടിയും പിന്നെ പോത്തൊന്ന് ഉഷാറായിക്കാണ്. ഇതിൻ്റെ അപ്പുറത്ത് വേറൊരു പോത്തുണ്ട്, ചെറിയൊരു പോത്ത്. അത് എന്നും ബഷീറാക്ക വാങ്ങും ഈ പോത്തിനൊരു തുണക്കായിട്ട്. പക്ഷെ അതിൻ്റെ ഇതിൻ്റെയും വലിപ്പം വ്യത്യാസം കണ്ടില്ലേ. ഇവിടെ ഫാനൊക്കെ ഇട്ടിക്കണ്. പോലെ എവിടെ എത്തിക്കണേ? എത്തിക്കൂല്ലേ? അപ്പൊ കയറ്റണമെങ്കിൽ അപ്പുറത്തേക്ക് കൊണ്ടുപോകല്ലേ നല്ലത് അല്ലേ? അവിടെ നോക്കാം, പിന്നെ അതിന്റെ അവിടെ അല്ലേ കയറ്റ. വണ്ടി ഏതാന്ന് പറഞ്ഞിട്ടില്ലല്ലേ? നല്ല വണ്ടി വേണ്ടി വരും. ഇവരൊക്കെ പോത്തിനെ കൊണ്ടുപോണ് കാണാൻ വേണ്ടി വന്ന ആൾക്കാരാണ്. അയൽവാസികളും ഫ്രണ്ട്സൊക്കെയാണ് ഇത്. എൻ്റെ എല്ലാരോടും കയറിയാണല്ലേ? ഇന്ന് കുട്ടത്തരം കൂടുതലാണ്. 2018 ആഗസ്റ്റ് 30 ഞാൻ ഇവനെ വാങ്ങുന്നത്. ചെറിയ ഒരു കുട്ടനെ നമുക്ക് ഇങ്ങനെ അടുത്ത് കൊണ്ടുപോകാനുള്ള വലിപ്പമുള്ളായിരുന്നു. ഒരു 120 കിലോ മാക്സിമം ലൈവ് വെയിറ്റ്. അന്ന് ഞാൻ 16,000 റുപ്യക്ക് വാങ്ങിയതാണ് ഇവനെ. 32,000 റുപ്യക്ക് 2 കുട്ടികളെ വാങ്ങിയതാണ്. ഇന്നിപ്പോൾ 5.25 വർഷമായി. 8 ലക്ഷം റുപ്യ വരെ ഇവന് മോഹവില ചോദിച്ചിരുന്നു. അന്നൊന്നും ഞാൻ ഇതിൻ്റെ നമ്മളത്തിലെ വളർത്താനുള്ള കമ്പം കൊണ്ട് കൊടുത്തില്ല. ഇപ്പോൾ ഞാനിവനെ കൊടുക്കുകയാണ്. ഇപ്പോൾ കൊടുക്കുകയാണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആരോഗ്യപരമായിട്ട് പല പ്രശ്നങ്ങളുണ്ട് എനിക്ക്. അതുകൊണ്ട് ഞാൻ കൊടുക്കുകയാണ് വളർത്താൻ. നമ്മൾ നല്ല നോക്കി വളർത്തുന്ന ഒരാൾക്ക് തന്നെയാണ് കൊടുക്കുന്നത്. ഇത് ഏത് ഇനത്തിൽപ്പെട്ട? ഇത് മുറ ഇനത്തിൽപ്പെട്ടാണെന്നാണ് ഡോക്ടർമാരൊക്കെ പറഞ്ഞത്. പക്ഷെ ഞാൻ മുറ എഴുതി കണ്ട് വാങ്ങിയതല്ല. ഞാൻ ചന്തയിൽ നിന്ന് നല്ലൊരു കുട്ടിനെ വാങ്ങി. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു മുറയാണ് ഇനത്തിൽപ്പെട്ടാണെന്ന് പറഞ്ഞിരുന്നു. ഇതിൻ്റെ കിലോ ഏകദേശം 2022 ഡിസംബർ 4 തീയതി പറഞ്ഞത്. അന്ന് ഞാനൊന്ന് തൂക്കിയിരുന്നു വരാൻ. അന്ന് 1180 കിലോ ലൈവ് വെയിറ്റുണ്ടായിരുന്നു. അപ്പൊ ഈ മുറ ഇനത്തിൽപ്പെട്ടൊക്കെ ചില പോത്ത് 1000-ന്റെ മേലെ തൂക്കം വരും. വളരും. അത് നമ്മളെ പരിചയം. നമ്മളെ അടുത്ത് വന്നപ്പോൾ തന്നെ പിന്നെ ഒരു 6 മാസം കഴിഞ്ഞേക്കിന് തന്നെ നല്ല വളർച്ച കാണിച്ചു. അപ്പം അങ്ങനെ നിർത്തിപ്പോകുന്നതാണ്. ഇവന് ഞാനിപ്പോൾ ഇന്ന് കൈമാറുകയാണ്. നമ്മുടെ പിന്നെ ചട്ടിപ്പറമ്പ് ഭാഗമാണ്, അല്ലകാട് എന്ന സ്ഥലത്തുള്ള റിയാസ് പറഞ്ഞ ഒരാൾക്കാണ് ഞാൻ കൈമാറുന്നത്. ഇപ്പം ഇന്ന് നമുക്ക് അവരെല്ലാം നേരത്തെ പോയി കാണൊക്കെ ഉള്ള സൗകര്യങ്ങളുണ്ട്. കാണാൻ പുതിയ കഴിഞ്ഞാൽ പോയി കാണാം. ഞങ്ങളിപ്പോൾ 5.25 വർഷത്തെ ബന്ധമാണ് ഞങ്ങൾ തമ്മിൽ. ഒരു ചെറിയ 40 കുട്ടിനെ 40 ദിവസമായ ഒരു കുട്ടിനെ കയ്യെ കിട്ടിയ മാതിരിയാണ് ഞാനിവനെ നോക്കി വളർത്തിക്കുന്നത്. ഇതൊക്കെ ഒരു കളിയാണല്ലേ? കളിച്ചാണ് കളിച്ചുകൊണ്ട് നിൽക്കും. അപ്പൊ ആൾക്കാരെങ്ങനെ കണ്ടാലേ ഇങ്ങനെ കളിച്ചിപ്പോ പുറത്തേക്ക് ഇറങ്ങണം പരിപാടിയാണ് ഇപ്പൊ ഇതൊക്കെ. സത്യം പറഞ്ഞ ബഷീറാക്ക് ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർന്നുകൊണ്ട് മാത്രമാണ് ഈ പോത്തിനെ കൊടുക്കുന്നത്. അല്ലെങ്കിൽ ബഷീറാക്ക് ഒരിക്കലും കൊടുക്കൂല. പോരാത്തതിന് ഇതിന് വെറും ഒരു പുല്ല് മാത്രം പോരാ, കൈത്തീറ്റൊക്കെ ആയിട്ട് കണ്ടമാനം നല്ല പൈസക്ക് ചിലവുള്ളൊരു പരിപാടിയാണിത്. പിന്നെ നമുക്ക് നല്ല സമയവും ചിലവുണ്ട്. പക്ഷേ മൃഗങ്ങളെ വളർത്തുമ്പോൾ ഒറിജിനൽ കളങ്കമില്ലാത്ത സ്നേഹം ഉണ്ടാവും കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നെ ഒരു കാര്യം എന്താ വെച്ചാൽ ഞാൻ ഈ പോത്തിനെ വണ്ടി കയറ്റണതും കൊണ്ടുപോകണതൊന്നും ഞാൻ വീഡിയോ എടുക്കണില്ല. ഈ പോത്തും അപ്പുറത്തെ പോത്തിൻ്റെ വലിപ്പ വ്യത്യാസങ്ങൾ കണ്ടില്ലേ? പോത്തിൻ്റെ മൂറ് കണ്ടിട്ട് പോത്ത് എന്തോ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കണ മാതിരി തോന്നുന്നുണ്ട്. പോത്ത് ഇന്ന് എത്ര റുപ്യക്കാണ് വിറ്റിക്കണെന്ന് പറയാൻ ബഷീറാക്കൊന്നും തന്നെ വലിയ താല്പര്യമല്ല കേട്ടോ. അതുകൊണ്ടാണ് പറയാത്തത്, ഒന്നും വിചാരിക്കരുത്. എന്നാൽ ശരി ചങ്കാളെ, സപ്പോർട്ട് എപ്പോഴും വേണം കേട്ടോ.
ശരി, ബൈ ബൈ.